ഫെബ്രുവരി 11 ചൊവ്വാഴ്ച. മർക്കോസ് 7:1-13 വരെ വാക്യങ്ങൾ. ഇന്ന് തിരുസഭ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്നു. കത്തോലിക്ക സഭയിലും ലോകമെമ്പാടും ആരാധിക്കപ്പെടുന്ന മറിയത്തിൻ്റെ ഏറ്റവും ജനപ്രിയവും പ്രിയപ്പെട്ടതുമായ സ്ഥാനപ്പേരുകളിൽ ഒന്നാണിത്. 1858 ഫെബ്രുവരി 11 ബെർണഡറ്റ് എന്നു പേരുള്ള ഒരു യുവ ഫ്രഞ്ച് കർഷക പെൺകുട്ടി തൻ്റെ സഹോദരിയോടും സുഹൃത്തിനോടുമൊപ്പം അവർ താമസിച്ചിരുന്ന ലൂർദ് എന്ന പട്ടണത്തിലെ ഒരു മാലിന്യ കൂമ്പാരത്തിന് സമീപം വിറക് ശേഖരിക്കുകയായിരുന്നു. പെട്ടെന്ന് ഒരു സുന്ദരിയായ കന്യക സ്വർണ്ണ ജപമാലയുമായി പ്രത്യക്ഷപ്പെടുന്നത് ബെർണഡറ്റ് കണ്ടു. അവൾ ആരാണെന്ന് അറിയാതെ ആ സ്ത്രീയോടൊപ്പം ജപമാല ചൊല്ലാൻ തുടങ്ങി. ആ സ്ത്രീ ബെർണഡറ്റിനോട് ഗ്രോട്ടോയിലേക്ക് വീണ്ടും വരാൻ ആവശ്യപ്പെട്ടു. പല പ്രാവശ്യം അങ്ങനെ വന്നപ്പോൾ ആ സ്ത്രീ സ്വയം താൻ അമലോത്ഭവ മാതാവ് ആണ് എന്ന് വെളിപ്പെടുത്തി. മാതാവിൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ബെർണഡറ്റ് മണ്ണിൽ കുഴിച്ചു. അപ്പോൾ അവിടെ രോഗശാന്തി നൽകുന്ന ഒരു നീരുറവ കണ്ടെത്തുമെന്ന് മറിയം അവളോട് പറഞ്ഞിരുന്നു. താമസിയാതെ തീർത്ഥാടകർ ബെർണഡറ്റിൻ്റെ വാക്കുകൾ കേട്ട് അങ്ങോട്ട് യാത്ര ചെയ്തു. പലരും വിവിധ ശാരീരിക രോഗങ്ങളിൽ നിന്ന് സുഖം പ്രാപിച്ചു. ഇന്ന് രോഗശാന്തി തേടുന്നവർക്ക് ഏറ്റവും പ്രചാരമുള്ള തീർത്ഥാടന കേന്ദ്രങ്ങളൊന്നാണ് ലൂർദ്. 1858 ഫെബ്രുവരി 11 മുതൽ ജൂലൈ 16 വരെ ഫ്രാൻസിലെ ഈ ഗ്രോട്ടോയിൽ വച്ച് വിശുദ്ധ ബെർണഡറ്റിന് 18 തവണ പരിശുദ്ധ കന്യാമറിയം പ്രത്യക്ഷപ്പെട്ടു. ഗ്രോട്ടോയുടെ ഈ പ്രത്യക്ഷീകരണങ്ങളെയും രോഗശാന്തികളെയും ചുറ്റിപ്പറ്റി സഭയിൽ വർദ്ധിച്ചു വന്നിരുന്ന സംശയങ്ങൾക്കിടയിലും 1860 ഒരു സഭാസമിതി ഈ പ്രത്യക്ഷീകരണം ആധികാരികമാണെന്ന് പ്രഖ്യാപിച്ചു. അതിനുശേഷം ലൂർദിലെ ഗ്രോട്ടോ ഓരോ വർഷവും ഏകദേശം 4 ദശലക്ഷം തീർത്ഥാടനങ്ങളെ കൊണ്ടും 100 കണക്കിന് അസാധാരണ രോഗശാന്തികൾ ലഭിക്കുന്ന ഒരു ദേവാലയമായി മാറിയിരിക്കുന്നു. ലൂർദിലെ രേഖപ്പെടുത്തിയിട്ടുള്ള ആദ്യത്തെ അത്ഭുതം 1858 തന്നെ സംഭവിച്ചു. അതിന് 2 വർഷങ്ങൾക്ക് മുമ്പ് കാത്രീൻ ലഥാബി ഒരു മരത്തിൽ നിന്ന് വീണ് വലതു കൈക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. അപകടത്തിൽ അവളുടെ 2 വിരലുകൾ പൂർണ്ണമായും തളർന്നു. യാതൊരു ചലനമില്ലായിരുന്നു. ലതാബി ഗ്രോട്ടോയിൽ ബെർണഡിനെ കണ്ടുമുട്ടി അവിടെ രൂപപ്പെട്ട ചെറിയ നീരുറവയിൽ തൻ്റെ കൈകൾ കഴുകി. തൽക്ഷണം അവളുടെ വിരലുകളുടെ മരവിപ്പ് പൂർണ്ണമായും ഇല്ലാതായി. അപകടത്തിന് മുമ്പ് അവൾക്ക് കഴിയുന്നത് പോലെ തന്നെ അവ ചലിപ്പിക്കാൻ സാധിച്ചു. ഇന്ന് വരെ ലൂർദിൽ 71 അത്ഭുതങ്ങൾ അവിടെ പ്രവർത്തിക്കുന്ന പ്രത്യേക മെഡിക്കൽ കമ്മീഷൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിനേക്കാളുപരി എത്രയോ പേരുടെ രോഗശാന്തി അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. രോഗശാന്തിയുമായി ലൂർദിനെ ബന്ധപ്പെടുത്തുന്നത് എളുപ്പമാണെങ്കിലും കഷ്ടപ്പാടിൻ്റെയും വേദനയുടെയും ആവശ്യകത വിശുദ്ധ ബെർണഡറ്റ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
ബെർണഡിറ്റിൻ്റെ തന്നെ ഹ്രസ്വ ജീവിതം നിരവധി രോഗങ്ങളാൽ വലയം ചെയ്യപ്പെട്ടിരുന്നു. എന്നിരുന്നാലും ഭൂമിയിലെ കഷ്ടപ്പാടുകൾ ഈ ജീവിതത്തെ തുടർന്നുള്ള നമ്മുടെ ജീവിതത്തിനായി നമ്മെ ഒരുക്കുന്നു എന്ന് അവൾ വിശ്വസിച്ചു. നമ്മൾ എന്തിന് കഷ്ടപ്പെടണം? കാരണം ഇവിടെ ശുദ്ധമായ സ്നേഹത്തിന് കഷ്ടപ്പാടില്ലാതെ നിലനിൽക്കാൻ കഴിയില്ല. ഓ യേശുവേ, യേശുവേ, നിന്നെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് എൻ്റെ കുരിശ് ഒരു ഭാരമാകുന്നില്ല. ഇതാണ് ബെർണഡറ്റ് പറഞ്ഞത്. എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം ബാംഗ്ലൂർ.